എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ അതെങ്ങനെയാണ് ക്യാഷ് നഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ വലിയ വലിയ അക്കൗണ്ട് ഉള്ളവരെ മാത്രമല്ല, ചെറിയ അക്കൗണ്ട് ഉള്ളവരും ചെറിയ ട്രാൻസാക്ഷൻ ഉള്ളവരെയും അക്കൗണ്ടുകൾ അവർ നോട്ട് ചെയ്യേണ്ടത് ഇതേപോലെ പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കുറച്ച് വരണ്ട്. ഞാൻ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം വോയിസ് ഒന്ന് കേൾക്കും, കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം. വോയിസും കേട്ടോ, മറ്റേത് വായിക്കാൻ പറ്റുന്നത് വായിക്കുകയും ചെയ്ത കൂടെ. അഡ്രസ് പൊസിഷനിങ് സാധാരണ നല്ല ട്രാൻസാക്ഷൻസ് നടക്കുന്ന ലാർജ് വാലറ്റ്സ് എല്ലാം തന്നെ അഡ്രസ് പൊസിഷൻ ഉണ്ടാകും. അത് സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ ബൈനാൻസിലേക്ക് പൈസ അയക്കുകയാണ്. എന്നിട്ട് തിരിച്ച് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് വന്ന പൈസ അയക്കുമ്പോൾ എന്താ നമ്മൾ നോക്കുന്നത്, അതിനകത്ത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ്റെ അഡ്രസ്സ് നമ്മൾ കോപ്പി അടിച്ചിട്ട് അങ്ങോട്ട് അയക്കുക ചെയ്യുക. അപ്പോൾ ഈ അഡ്രസ് പൊസിഷണർ എന്ത് ചെയ്യും, ഈ നമ്മുടെ എൻഡിങ് ഉണ്ടാവും. സാധാരണ നമ്മൾ അയക്കുമ്പോൾ ലാസ്റ്റത്തെ 2-3 ലെറ്ററും തുടക്കത്തിലെ 2-3 ലെറ്ററും നോക്കും, എന്നിട്ട് അതിനെ കോപ്പി പേസ്റ്റ് അടിക്കും, അതിനകത്തേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അതേപോലത്തെ കുറേ സിമിലർ വാലറ്റ്സ് ഉണ്ടാവും, അഡ്രസ്സുകളുണ്ടാവും. അപ്പം ഈ ഹാക്കർ അതേപോലത്തത് അവരുടെ അടുത്ത് കളക്റ്റീവായിട്ട് ഡാറ്റ ഉണ്ടാവും. അത് വെച്ചിട്ട് അതേ നിന്ന് ഇതിനകത്തേക്ക് ഫ്ലാഷ് USDTയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എമൗണ്ട് ഒരു 0.001 USDT ഒക്കെ അയച്ചിട്ട് അവർ ആ ലാസ്റ്റ് ട്രാൻസാക്ഷനായിട്ട് നിൽക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 2000 USDT ട്രസ്റ്റ് വാലറ്റിലേക്ക് അയച്ചു. എൻ്റെ ലാസ്റ്റ് 005 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹാക്കർ എന്ത് ചെയ്യും, 005 ഉള്ള കുറേ അഡ്രസ്സിൽ നിന്ന് എൻ്റെയിലേക്ക് ഓരോ പൊടി USDT അയക്കും. അപ്പോൾ ഞാനൊരു പുതിയൊരാളാണ്, എൻ്റെ അക്കൗണ്ടിൽ ഒരു 10,000 USDT ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റിൻ്റെ ട്രാൻസാക്ഷൻ കോപ്പി അടിക്കും. ഇതാണ് സംഭവം. ഓക്കെ, അതായത് ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ അഡ്രസ്സിലേക്ക് അയക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഒരു അഡ്രസ്സ് ABCD ആണെന്ന് വിചാരിച്ചോ അവസാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ABCD ആണെന്ന് നമുക്കറിയാം, അത് മാത്രം നോക്കിയിട്ട് അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചയക്കും. ഇപ്പോൾ മേ ബി ഞാൻ എൻ്റെ ബൈനാൻസിൽ നിന്ന് വാലറ്റിൽ നിന്ന് ബൈനാൻസിലേക്കും വിൽക്കാനും സ്റ്റോർ ചെയ്യാനും ആവശ്യത്തിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരിങ്ങനെ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വരാറുണ്ട്. ഒരു മിനിറ്റ്, എനിക്കെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊടി ക്രിപ്റ്റോ വരാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് വന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് എങ്ങനെ സംഭവം വർക്കിംഗ് കാണിച്ചിട്ട്, അതായത് എനിക്ക് ഈ ക്രിപ്റ്റോ വന്നേക്കണ്ടേ, നടുക്കുള്ള ക്രിപ്റ്റോ 0.001 USDT അത് വന്നേക്കണതും ഞാൻ അതിന് മുന്നേ ഒരാൾക്ക് $100 അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് രണ്ടിൻ്റെ അഡ്രസ്സ് നോക്കി 700 കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു തരാം. 700 AB6. ഓക്കെ, 700 AB6 വന്നിട്ടുണ്ട്. മേളിലും കണ്ട 700 AB6. അതായത് ഞാൻ അയച്ചു കൊടുത്ത അഡ്രസ്സ് 700 AB6 ആണ്. എനിക്ക് അതേപോലെ തന്നെ അതിനൊരു പൊടി വന്നേക്കണം 700 AB6. രണ്ട് തമ്മിൽ 2 മിനിറ്റ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ അഡ്രസ് പോയിസണേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൊടി നമ്മുടെ കയ്യിലേക്ക് അയച്ചിടും. അപ്പോൾ നമ്മളെന്ത് അവസാനത്തെ ട്രാൻസാക്ഷനായിട്ട് നമ്മളിങ്ങനെ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരിക്കും ചെയ്യുക, നമ്മളിപ്പോൾ ഇതാണ് അവസാനത്തെ ട്രാൻസാക്ഷൻ വിചാരിച്ചോ. അപ്പോൾ നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരിക്കും ചെയ്യാം, എനിക്കറിയാം ഇത് എൻ്റെ വാലറ്റിലേക്ക് ഞാൻ എപ്പോഴും അയക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തായിരിക്കും കോപ്പി ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ ഇപ്പോൾ അവസാനത്തെ ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് നിലനിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, ഇതിങ്ങനെ കോപ്പി ചെയ്യും, എൻ്റെ കോപ്പിയായി. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെയിലേക്ക് അയക്കും, അങ്ങനെയുള്ള ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ ട്രാൻസാക്ഷനായിട്ട് അവർ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ഇത് കോപ്പി ചെയ്യും. മനസ്സിലായി? ഇത് രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ട്രാൻസാക്ഷനിൽ ആദ്യം OX 6049, OX എപ്പോഴും BPയുടെ ഒരു അഡ്രസ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 6049 അതാണ് എൻ്റെയിലേക്ക് ഞാൻ അയച്ചു 100, അല്ല എൻ്റെ കൂട്ടുകാരിലേക്ക് അയച്ചു 100. ഓക്കെ, ഇത് നോക്കിയാൽ അവസാനം അവർ വന്ന് നിൽക്കണം നോക്കിയേ 73B. അത് നോക്കിയേ അവരെങ്ങനെയാണ് ഇതേ സംഭവങ്ങൾ ഇതേ അഡ്രസ്സ് തന്നെ എങ്ങനെ അവർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 700 AB6 അത് അവിടെ മാത്രമല്ല കേട്ടോ, കുറേ നാളായിട്ട് ഇതുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ 5 സെൻറ്റ് വന്നേക്കണ്ട, ഇത് ഈ പച്ചക്ക് ഇങ്ങോട്ട് വന്നേക്കാണ്. ഈ 5 സെൻറ്റ്, അതായത് 4 രൂപ എനിക്ക് വന്നേക്കണത്. ഇത് നോക്കിയാൽ 746 അത് വേണ്ട, 746 ഇത് കണ്ട 746 അത് ഇങ്ങോട്ട് വന്നേക്കണ ശേഷം. പക്ഷേ തുടക്കം നോക്കിയേ 33E3 ആണ്, മറ്റേത് 3CB7 കണ്ട. അഡ്രസ് പോയിസണിങ് കണ്ടൊക്കെ മൊത്തം ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർ ഇട്ട് കഴിഞ്ഞത്. എപ്പോഴും അഡ്രസ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. അത് വരണം. പിന്നെ ഇത് നോക്കിയേ ഇവിടെ വന്നേക്കണ നോക്കിയേ 82 ഇത് ക്യാഷ് ഇങ്ങോട്ട് വന്നേക്കണ്. ഞാൻ അങ്ങോട്ട് അയച്ചത് തൊട്ട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് അയച്ചത് 8:45 ഇങ്ങോട്ട് വന്നേക്കണത് 8:47. വെറും 2 മിനിറ്റ് ഉണ്ട്. ഇത് റോബോട്ടിക്കായിട്ടായിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്തേക്കുന്നത്, എന്തൊരു സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും മാനുവലായിട്ട് ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. നമ്മളെപ്പോലെ ചെറിയ ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് നമ്മുടെ പുറകെ തന്നെ എന്താ ഇത് നോക്കിയാൽ ഇത് ആദ്യം ഞാൻ 170, ഇതിൻ്റെ അഡ്രസ്സ് 4CB ആണ്. അപ്പോൾ 4CBയിലേക്ക് ഞാൻ അയക്കുന്നു. എത്ര മണിക്ക്? 5:29. അത് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് കുറച്ച് ടൈം എടുത്തിട്ട് 5:47 എടുത്ത് കുറച്ച് ടൈം എടുത്ത് കണ്ടുപിടിക്കാനായിരിക്കും. 5:40 അറിയാണ്ട് അവൻ വേറെ വാലറ്റിൽ നിന്ന് അടിച്ചു പോയി. ഏത് 4CB 9EA എന്നാണ് വന്നത് അവസാനം. പക്ഷെ അവന് വീണ്ടും 4CB പോലെ തന്നെ 07D 4CB എന്ന് പറഞ്ഞ വേറെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും അവസാനത്തെ ട്രാൻസാക്ഷൻ വന്നിട്ട് അവസാനത്തെ അഡ്രസ്സായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന് മനസ്സിലായോ?
എന്നുവെച്ചാൽ ചൂടായിട്ട് നിൽക്കണമെന്ന്. ഇതിപ്പോൾ ഒന്നുമല്ല തുടങ്ങിയത്, ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ മുന്നോട്ട് കുറേ കാണിച്ചു തരാം. അതെ ഇത് നോക്കിയേ, മാർച്ച് 004 വന്നേക്കണ്ട, അവിടെ വന്ന് കിടക്കണതാണ് കണ്ട. 460 പോട്ടെ, എപ്പോഴും ഉണ്ടാവും ഇതേപോലെ 4 കണ്ട. പോയിൻ്റ് പൊടി എപ്പോഴും വന്നേക്കണണ്ട. ഇത് കണ്ട 4 പച്ച. ഞാൻ 1400 അങ്ങോട്ട് 1100 അങ്ങോട്ട് അയച്ചു, അല്ല 1100 അങ്ങോട്ട് അയച്ചു. അപ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് അയച്ചിട്ടേക്കണേണ്. 5 രൂപ 5 രൂപ 4 വെച്ച് നമ്മുടെ കയറുന്നുണ്ട്. പക്ഷേ എന്നാലും അവരോട് ഒരുമിച്ച് പോകണം. പക്ഷെ അവർ ചൂണ്ടിട്ട് ചെറിയ ചൂണ്ടിട്ടും വലിയ മീനെ പിടിക്കാൻ നിൽക്കണേണ്. ഇതേപോലെ തന്നെയാണ് മറ്റേ ആൾ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഇട്ടിട്ട് അവൻ അവസാനം കിട്ടിയത് $1100 കണ്ട് കിട്ടിയത്. $1100 അല്ല, 1100 ബിറ്റ് കോയിനാണ് കിട്ടിയത്. ഏകദേശം 70 മില്യൺ കണ്ടും കിട്ടിയെന്നാണ് അഡ്രസ് പോയിസണിൽ കാണിക്കുന്നത്. ഇതിപ്പോഴൊന്നും അല്ല കണ്ട 0.0052. ഞാൻ വലിയ ഡ്രാഗ് ചെയ്യണം. 0.0018, 0.0023, 0.00 ഇതൊക്കെ എന്തോരം നോക്കി. എത്ര നാളായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വാലറ്റുകൾ ഇങ്ങനെ നോക്കുന്നത്. അത് എല്ലാവരും വാലറ്റിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ട്രാൻസാക്ഷൻ കൂടുതലുള്ള വാലറ്റിലേക്ക് ഇങ്ങനെ നോട്ട് ചെയ്യണത്. കണ്ടമാനം കുറേ നാളായിട്ട്. ഇതിപ്പോൾ എത്ര നാളായി ഇതിൻ്റെ പുറകിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. 1 മിനിറ്റ്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് 0.0044. ചെറിയ എമൗണ്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി. ആ ഒരു അവസാന ട്രാൻസാക്ഷനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ട, ഇതാണ് സംഭവം. ഇപ്പോഴും മനസ്സിലായി എല്ലാവർക്കും. 2D3. ഇനി മറ്റേതിൽ വരാം. മറ്റേ ഇതിൽ ഇയാളുടെ ക്യാഷ് അങ്ങനെ നഷ്ടപ്പെട്ടു. ഇയാളുടെ ക്യാഷ് ഇതേപോലെ തന്നെ നഷ്ടപ്പെട്ടേക്കണത്. ഇയാളുടെ അവസാനത്തെ കണ്ട 53A91. പക്ഷേ മൊത്തം അഡ്രസ്സ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അയാൾ അയച്ചത് പാവം വലിയൊരു എമൗണ്ടാണ്. എത്ര ഇതാണെന്ന് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നണട്ടെ, എനിക്ക് കറക്റ്റ് അറിയില്ല. 1155 അല്ല 1155 BTC അങ്ങോട്ടും. പിന്നെ അയാൾ അത്ര ട്രാൻസാക്ഷൻ നടത്തുന്ന ആളാണ്. അപ്പോൾ അയാൾ അത്ര അയച്ചു വേണ്ടാം. ഇതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ട്വിറ്ററിലെ ആൾ ജസ്റ്റ് ഒന്ന് നോക്കുക, മുന്നോട്ട് വായിച്ചു നോക്കുക. പിന്നെ ഇതിൽ ഞാൻ പറയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും അഡ്രസ്സ് കോപ്പി ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നമ്മുടെ തന്നെ അഡ്രസ്സാണോ ഫുൾ അഡ്രസ്സ്, അല്ലെങ്കിൽ ഇതേപോലെ പൊടി വന്ന് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക. ആ പൊടി എൻ്റെ റിസ്ക്കാണ്. നമ്മൾ ട്രാപ്പ് ഇട്ടേക്കുന്നത്. നമ്മുടെ അഡ്രസ്സ് തന്നെ എപ്പോഴും നമ്മൾ ബൈനാൻസിൽ നിന്നാണ് എവിടെ വെച്ചാൽ നമ്മൾ എപ്പോഴും കോപ്പി ചെയ്യുക. ലാസ്റ്റ് വന്ന് കിടക്കുന്നത് കോപ്പി ചെയ്യാണ്ട് അവിടെ നിന്ന് തന്നെയാണ് കോപ്പി ചെയ്യുക. ഡബിൾ ചെക്ക് ചെയ്യുക, ട്രിപ്പിൾ ചെക്ക് ചെയ്യുക. ആദ്യത്തെ ഒരു 5-6 അക്ഷരം നോക്കുക, അവസാനത്തെ ഒരു 5 അക്ഷരം നോക്കുക, പറ്റണ എല്ലാം നോക്കുക. അങ്ങനെയൊക്കെയാണ് സംവിധാനം അഡ്രസ് പോയിസണിങ്. ഓക്കെ, ഇത് നല്ല വീഡിയോ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, താങ്ക് യു.